കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ഈ 24 ചാനൽ അല്ലെങ്കിൽ മാധ്യമ രംഗത്തേക്ക് ദൃശ്യമാധ്യമ രംഗത്തേക്ക് വരുമ്പോൾ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. അത് AR VR വിപ്ലവമാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി. അപ്പോൾ ഇവിടെ ഒരു സ്കൂളിലും അത്തരത്തിലുള്ള വിപ്ലവം നടക്കുന്നുണ്ട്. മലപ്പുറം കോട്ടൂക്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ റോബോട്ടിക് വെർച്വൽ റിയാലിറ്റി എക്സ്പോ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾ നിർമ്മിച്ച, അതാണ് ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾ നിർമ്മിച്ച 25ലധികം റോബോട്ടുകളാണ് ആ എക്സ്പോയിലുള്ളത്. നമുക്ക് കാണണ്ടേ റിപ്പോർട്ടിൽ. ഷോപ്പിംഗ് കാർട്ട് റോബോട്ട്, ലൈറ്റ് ഫ്ലവർ റോബോട്ട്, മിക്കി റോബോട്ട് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 25ലധികം റോബോട്ടിക് പ്രോജക്റ്റുകളും ഗെയിമുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മേളയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 10,000-ഓളം വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. പല സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ വന്നപ്പോഴും അവർക്കൊക്കെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അവർ തന്നെ ചോദിക്കും, നിങ്ങളിത് ഉണ്ടാക്കിയതാണോ, നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കഴിഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയ സന്തോഷം കൂടെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ രൂപത്തിലല്ല, ഇത് ഉപയോഗിക്കുന്ന സെൻസറുകള്, ഇതിന്റെ ഉപയോഗം അത് കൂടുതൽ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ ഈ സബ് ജില്ലയിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ഈ കുട്ടികൾക്കൊക്കെ ഇതിനെ കുറിച്ചൊരു അവബോധം നൽകുക. നമ്മുടെ സ്കൂളിൽ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, ഇത് എടുത്ത് കാണാനും നമുക്ക് അത് അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പുതിയ കാലത്തെ മാറ്റങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന സ്കൂൾ പ്രിൻസിപ്പൽ. സാങ്കേതിക വിദ്യാരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വാധീനമാണ് നിർമ്മിത ബുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തുക, അവർക്കൊരു നേർക്കാഴ്ചകൾ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായിരുന്നു മേള സന്ദർശിക്കാൻ അവസരമുണ്ടായിരുന്നത്. 24 തിരൂർ. യെസ്, വെൽക്കം ബാക്ക്. അപ്പൊ അതാണ്, പിള്ളേർ പൊളിയാണ്, മിടുക്കന്മാരാണ് എല്ലാവരും അല്ലെ. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് തെളിയിക്കുന്നു. അത്തരത്തിൽ എക്സ്പോ ഉണ്ട് അവിടെ. മലപ്പുറത്ത് കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോയി കാണുക, കുട്ടികളുടെ മികവ് നേരിൽ കണ്ടറിയുക.